ഇവനാണ് നമ്മുടെ സ്വന്തം കുരുമുളക്. ഈ കുരുമുളകിൽ ഒരു ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അതിനു മുമ്പ് നമുക്ക് ആൽക്കലോയിഡ് എന്താണെന്ന് പഠിക്കാം. LD മെയിൻസ് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ചില ആൽക്കലോയിഡിനെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? അപ്പൊ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് പോകാം. ക്ലാസ് റൂം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് വിഷ്ണു. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് മെയിൻസ് പരീക്ഷയുടെ സിലബസിൽ ഉൾപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ടുള്ള ആൽക്കലോയിഡിനെ കുറിച്ചാണ്. അപ്പൊ ആൽക്കലോയിഡുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ബുക്കുകൾ കണ്ടാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ വെറുതെ ആംബിയൻസിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ആൽക്കലോയിഡ് എന്ന് പറഞ്ഞാൽ. ആദ്യം നമുക്ക് എന്താണ് ആൽക്കലോയിഡ് എന്ന് നോക്കാം. അതായത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഓർഗാനിക് സംയുക്തങ്ങളെ പറയുന്ന പേരാണ് ആൽക്കലോയിഡ്. അങ്ങനെ പറഞ്ഞാൽ അതിനൊരു പൂർണ്ണത ഉണ്ടാവില്ല. അപ്പൊ ശ്രദ്ധിക്കണം, അതിനൊരു കണ്ടീഷൻ ഉണ്ട്. മറ്റൊന്നുമല്ല, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ഓർഗാനിക് സംയുക്തങ്ങളും ആൽക്കലോയിഡ് അല്ല. അതിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഒരു നൈട്രജനെങ്കിലും, മിനിമം ഒരു നൈട്രജനെങ്കിലും അടങ്ങിയ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഓർഗാനിക് സംയുക്തങ്ങളെ പറയുന്ന പേരാണ് ആൽക്കലോയിഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ചില ആൽക്കലോയിഡുകളുടെ പേര് ഞാൻ പറയാം. ഒന്ന് നിക്കോട്ടിൻ, മറ്റൊന്ന് മോർഫിൻ എന്നൊക്കെ പറയുന്നത് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇതൊക്കെ ചില ആൽക്കലോയിഡുകൾക്ക് ഉദാഹരണമാണ്. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്ന പോലെ തന്നെ ആൽക്കലോയിഡുകളിൽ ചിലത് ഔഷധ ഗുണം കാണിക്കുന്നു, മറ്റു ചിലത് വിഷാംശ സ്വഭാവവും കാണിക്കുന്നു. ഉദാഹരണം നിക്കോട്ടിൻ. നിക്കോട്ടിൻ ഒരു വിഷവസ്തുവാണ്, എന്നാൽ റിസർപ്പിൻ എന്ന് പറയുന്നത് ഒരു ഔഷധവുമാണ്. ഒരു സസ്യത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ആദ്യത്തെ ആൽക്കലോയിഡ് ആണ് മോർഫിൻ എന്ന് പറയുന്നത്. ഫെഡറിക് സർട്ടേണർ എന്ന വ്യക്തിയാണ് ആദ്യമായി ഒപ്പിയത്തിൽ നിന്നും മോർഫിനെ വേർതിരിച്ചെടുക്കുന്നത്. അപ്പൊ നിങ്ങൾ മറക്കരുത്, ആദ്യമായിട്ട് ഒരു സസ്യത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ആൽക്കലോയിഡ് ആണ് മോർഫിൻ. അത് വേർതിരിച്ചെടുത്തത് ഫെഡറിക് സർട്ടേണർ എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒപ്പിയത്തിൽ നിന്നും മോർഫിനെ വേർതിരിച്ചെടുക്കുകയായിരുന്നു. ഇപ്പോഴും ഒരുപാട് റിസർച്ച് നടക്കുന്ന മേഖലയാണ് ആൽക്കലോയിഡ് എന്ന് പറയുന്നത്. പക്ഷെ PSC ലെവലിൽ ചിന്തിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഈ മേഖലയിൽ നിന്ന് പഠിക്കാനുള്ളൂ. പൂർണ്ണമായിട്ടും യൂട്യൂബിനെ മാത്രം ആശ്രയിച്ച് PSC പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതുപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റാങ്ക് ഫയൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴും പഴയ റാങ്ക് ഫയൽ വെച്ചൊക്കെ പഠിക്കുന്ന കുട്ടികളുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും. കിട്ടാവുന്ന മാക്സിമം ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ തയ്യാറാക്കുമ്പോൾ നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് എന്റെ കണ്ടന്റ് തന്നെയാണ്. ഒരുപാട് ബുക്ക് റെഫർ ചെയ്തു. എന്തിന് നമ്മുടെ PSC കെമിസ്ട്രിക്കാരുടെ യൂട്യൂബ് ക്ലാസ് വരെ ഇരുന്ന് കണ്ടു. അവസാനം പിന്നെ അന്വേഷിച്ച് അവസാനം എത്തിപ്പെട്ടത് തെലങ്കാനയുടെ പാഠപുസ്തകത്തിലാണ്. അതിൽ നിന്ന് കുറെ വിവരങ്ങൾ കിട്ടി. അതുപോലെ തന്നെ പഴയ റാങ്ക് ഫയലിലേക്ക് അവിടെ ഇവിടെയും ചെതറിക്കിടന്ന കുറെ വിവരങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ നമുക്ക് ബാക്കിയുള്ളവരെ കൂടെ പരിചയപ്പെടാം. അടുത്ത ചോദ്യം, കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു ഏത്? അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിക്കാവുന്നത്, കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏത്? ഉത്തരം കഫീനാണ്. കഫീനാണ് കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു. കോളയിൽ അടങ്ങിയിരിക്കുന്നത് കഫീൻ തന്നെയാണ്. കോളയിൽ അടങ്ങിയിരിക്കുന്നതും കഫീനാണ്. അടുത്ത ചോദ്യം ഇതാണ്, ഉയർന്ന രക്തസമ്മർദ്ദത്തിന് നൽകുന്ന റിസർപ്പിൻ നിർമ്മിക്കുന്നത് ഏത് സസ്യത്തിൽ നിന്ന്? ഉത്തരം സർപ്പഗന്ധി. ഇത് ഓർത്തു വയ്ക്കാൻ നല്ല എളുപ്പമാണ്. റിസർപ്പിൻ, സർപ്പം, സർപ്പഗന്ധി. സർപ്പഗന്ധിയുടെ വേരിൽ നിന്ന് ലഭിക്കുന്ന റിസർപ്പിൻ ഉപയോഗിച്ചാണ് നമ്മൾ ഉയർന്ന രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് നിർമ്മിക്കുക. മാത്രമല്ല, റിസർപ്പിൻ ഉപയോഗിക്കുന്ന മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് പാമ്പ് കടിക്കുള്ള മരുന്നിനും റിസർപ്പിൻ ഉപയോഗിക്കുന്നുണ്ട്. റിസർപ്പിൻ എല്ലാം പാമ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. റിസർപ്പിൻ, സർപ്പം, പാമ്പ് കടിക്കുള്ള മരുന്നായിട്ടും റിസർപ്പിൻ ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യമാണ്, മുളകിന് എരിവ് നൽകുന്ന രാസവസ്തു ഏത്? ഉത്തരം ക്യാപ്സിസിൻ. മുളകിന് എരിവ് നൽകുന്ന രാസവസ്തുവാണ് ക്യാപ്സിസിൻ. ഓർത്തു വെക്കാൻ എളുപ്പമുണ്ട്. ക്യാപ്സിക്കം എന്നോർത്താൽ മതി. ക്യാപ്സിസിൻ എന്നോർത്താൽ മതി. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന മനോഹരമായ കൂണ് കണ്ടോ? ഇതിന്റെ പേരാണ് അമാനിറ്റ. അമാനിറ്റ എന്ന കുമിളിൽ നിന്ന് നിർമ്മിക്കുന്ന മാരക വിഷം ഏത്? അതാണ് മുസ്കാറിന. ഇത് ഓർത്തു വെക്കാൻ എളുപ്പ വഴി പറഞ്ഞു തരാം. അതായത് ആമയും മുയലും എന്ന് ഓർത്താൽ മതി. ആമ അമാനിറ്റ, മുയല് മുസ്കാറിന. അപ്പൊ പരീക്ഷയ്ക്ക് അമാനിറ്റ കണ്ടാൽ ആമ, മുയൽ ഓർത്തോളണം മുസ്കാറിന. ഈ ചിത്രം കണ്ടോ? ഇതാണ് ശവന്നാറി പൂവ്. ഒരുപാട് ഔഷധ ഗുണമുള്ള സസ്യമാണ് ശവന്നാറി. രക്താർബുദത്തിന് നൽകുന്ന വിൻക്യുസ്റ്റിൻ പോലും നിർമ്മിക്കുന്നത് ശവന്നാറിയിൽ നിന്നാണ്. ഈ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ ചോദിക്കാം. ശവന്നാറിയിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഏത് എന്ന് വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇത് ഓർത്തു വെക്കാൻ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ, ഒരു ശവം കണ്ടു കഴിഞ്ഞാൽ പോലീസ് അവിടെ അന്വേഷണം നടത്തും. അതായത് ഇൻക്വിസ്റ്റ് നടത്തും. ഇൻക്വിസ്റ്റ്, വിൻക്വിസ്റ്റിൻ, ശവന്നാറി എന്ന് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടിക്കോളും. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മലേറിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ക്യുനൈൻ നിർമ്മിക്കുന്നത് ഏത് സസ്യത്തിൽ നിന്ന്? മലേറിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ക്യുനൈൻ നിർമ്മിക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? ഉത്തരം സിങ്കോണ. സിങ്കോണ മരത്തിന്റെ പുറംതൊലിയിൽ നിന്നാണ് നമ്മൾ ക്യുനൈൻ വേർതിരിച്ചെടുക്കുന്നത്. അതായത് സിങ്കോണ മരത്തിന്റെ പുറംതൊലിയിലാണ് ക്യുനൈൻ കാണപ്പെടുന്നത്.
അപസ്മാരത്തിന് കൊടുക്കുന്ന ആടലോടകത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന മരുന്നാണ് വാസിസൈൻ എന്ന് പറയുന്നത്. അപസ്മാരത്തിന് കൊടുക്കുന്ന ആടലോടകത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന മരുന്നാണ് വാസിസൈൻ. അടുത്ത ചോദ്യം, പാവയ്ക്കയുടെ കയ്പിന് കാരണമായ രാസവസ്തു ഏത്? പാവയ്ക്കയുടെ കയ്പിന് കാരണമായ രാസവസ്തു മൊമോർഡിക്കയാണ്. പാവയ്ക്കയുടെ കയ്പിന് കാരണമായ രാസവസ്തുവാണ് മൊമോർഡിക്ക. വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, പുകയിലയിൽ കാണപ്പെടുന്ന രാസവസ്തു അല്ലെങ്കിൽ പുകയിലയിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിക്കോട്ടിനാണ്. പുകയിലയിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് നിക്കോട്ടിനാണ്. പുകയില ചെടിയിൽ നിക്കോട്ടിൻ കാണപ്പെടുന്നത് പ്രധാനമായും വേരിലും ഇലയിലുമാണ്. വേരിലും ഇലയിലുമാണ് പ്രധാനമായിട്ടും പുകയില ചെടിയിൽ നിക്കോട്ടിൻ കാണപ്പെടുന്നത്. വളരെ കുറഞ്ഞ അളവിൽ പോലും വിഷാംശ സ്വഭാവം കാണിക്കുന്ന ഒരു ആൽക്കലോയിഡ് ആണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. പുകയിലയിൽ കാണപ്പെടുന്ന കാർസിനോജൻ എന്ന് ചോദിച്ചാലും, പുകയിലയിൽ കാണപ്പെടുന്ന രാസവസ്തു എന്ന് ചോദിച്ചാലും, പുകയിലയിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് എന്ന് ചോദിച്ചാലും ഉത്തരം നിക്കോട്ടിൻ തന്നെയാണ്. അതുപോലെ തന്നെ പുകയില കഷായത്തിന്റെ കീടനാശിനി സ്വഭാവത്തിന് കാരണമായിട്ടുള്ള രാസവസ്തു ചോദിച്ചാലും അത് നിക്കോട്ടിൻ തന്നെയാണ് കേട്ടോ. ആദ്യം തന്നെ പറഞ്ഞ ചോദ്യമാണ്, കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ആണ് പെപ്പറിൻ എന്ന് പറയുന്നത്. ഓർത്തു വെക്കാൻ വളരെ എളുപ്പമാണ്, കാരണം പെപ്പർ എന്ന് പറയുന്നത് കുരുമുളകിന്റെ ഇംഗ്ലീഷ് പദമാണ്. അതുകൊണ്ട് ഓർത്തു വെക്കാൻ വളരെ എളുപ്പമാണ്, പെപ്പർ, പെപ്പറിൻ. ഇതിനോടൊപ്പം തന്നെ ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യമാണ്, കുരുമുളകിന് എരിവ് നൽകുന്ന രാസവസ്തു ഏതാണ്? അതാണ് കരിയോഫിലിൻ. കുരുമുളകിന് എരിവ് നൽകുന്ന രാസവസ്തുവാണ് കരിയോഫിലിൻ എന്ന് പറയുന്നത്. സുഗന്ധവ്യഞ്ജനമായ ഗ്രാമ്പുവിന്റെ ഗന്ധത്തിന് കാരണമായിട്ടുള്ള പദാർത്ഥം ഏത്? അത് യൂജിനോൾ ആണ്. ഗ്രാമ്പുവിന്റെ ഗന്ധത്തിന് കാരണമായിട്ടുള്ള പദാർത്ഥം യൂജിനോൾ ആണ്. ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കാൻ നല്ല എളുപ്പമാണ്. ഇഞ്ചിയുടെ ഇംഗ്ലീഷ് പദം എന്ന് പറയുന്നത് ജിഞ്ചർ അല്ലേ? അപ്പോ ജിഞ്ചറിൻ. അപ്പൊ ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതെന്ന് ചോദിച്ചാൽ ജിഞ്ചറിൻ ആണ്. ഇനി തേയിലയിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ആണ് തേയിൻ എന്ന് പറയുന്നത്. ഓർത്തു വെക്കാൻ വളരെ എളുപ്പമാണ്, തേയില, തേയിൻ. ഇനി മറ്റൊന്നാണ്, മഞ്ഞളിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഏതാണ്? മഞ്ഞളിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ആണ് കുർക്കുമിൻ എന്ന് പറയുന്നത്. അപ്പൊ കുർക്കുമിൻ ആണ് മഞ്ഞളിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ്. ഒരുപാട് ഔഷധ ഗുണമുള്ള സസ്യമാണ് ആര്യവേപ്പ് എന്ന് പറയുന്നത്. ആര്യവേപ്പിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ആണ് നിംബിൻ അല്ലെങ്കിൽ മാർഗോസിൻ എന്ന് പറയുന്നത്. നിംബിൻ അല്ലെങ്കിൽ മാർഗോസിൻ ആണ് ആര്യവേപ്പിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ്. ഈ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ ചോദിക്കാം, ആര്യവേപ്പിന്റെ ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടിക്ക് കാരണമായിട്ടുള്ള രാസവസ്തു ഏത്? അതാണ് നിംബിൻ അല്ലെങ്കിൽ മാർഗോസിൻ എന്ന് പറയുന്നത്. ഡെറ്റ്യൂറ അല്ലെങ്കിൽ ഉമ്മം എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയുടെ പൂവിലും കായലും ഒക്കെ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ആണ് സ്കോപ്പോലമീൻ എന്ന് പറയുന്നത്. ഡെറ്റ്യൂറ എന്ന് പറയുന്ന ചെടിയുടെ പൂവിലും കായലും ഒക്കെ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ആണ് സ്കോപ്പോലമീൻ എന്ന് പറയുന്നത്. ഈ ഉമ്മം ചെടി നമുക്കറിയാം, നമ്മുടെ പറമ്പുകളിലൊക്കെ കാണപ്പെടുന്ന ഒരു ചെടിയാണ് ഉമ്മം എന്ന് പറയുന്നത്. ചിത്രം നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഇതിന്റെ പൂവും കായും ഒക്കെ വിഷമാണ്. പെയിൻ കില്ലറായും സെഡേറ്റീവായിട്ടും ഉപയോഗിക്കുന്ന ആൽക്കലോയിഡ് ആണ് മോർഫിൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ഫെഡറിക് സർട്ടൈനർ ആദ്യമായിട്ട് വേർതിരിച്ചെടുത്തതും മോർഫിനെയാണ്. ഒപ്പിയത്തിൽ നിന്നാണ് മോർഫിൻ വേർതിരിച്ചെടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഹൃദയപത്മം അല്ലെങ്കിൽ ബെല്ലഡോണ എന്നിങ്ങനെ അറിയപ്പെടുന്ന സസ്യത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ആൽക്കലോയിഡ് അല്ലെങ്കിൽ വിഷവസ്തുവാണ് അട്രോപ്പിൻ എന്ന് പറയുന്നത്. ഓണത്തിനൊക്കെ നമ്മൾ പൂക്കളം ഒരുക്കാനായി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന പൂവാണ് ജമന്തി എന്ന് പറയുന്നത്. ഈ ജമന്തിയിലുമുണ്ട് ഒരു ആൽക്കലോയിഡ്. ആ ആൽക്കലോയിഡ് ആണ് പൈറത്രോയിഡ്സ് എന്ന് പറയുന്നത്. ജമന്തിയിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ആണ് പൈറത്രോയിഡ്സ്. കാഞ്ഞിരത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ആണ് സ്ട്രിക്നീനും അതുപോലെ ബ്രൂസിനും എന്ന് പറയുന്നത്. കാഞ്ഞിരത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ആണ് സ്ട്രിക്നീനും ബ്രൂസിനും. ആൽക്കലോയിഡ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? അത് ജർമ്മൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള മൈസ്നർ ആണ്. ആൽക്കലോയിഡ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മൈസ്നർ ആണ്. ആൽക്കലോയിഡ് എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആൽക്കലി പോലുള്ളത് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ആൽക്കലി പോലുള്ളത് എന്നതാണ് ആൽക്കലോയിഡ് എന്ന പദത്തിന്റെ അർത്ഥം. ഡിപ്രസന്റായി ഉപയോഗിക്കുന്ന ആൽക്കലോയിഡുകളാണ് മോർഫിനും ഹെറോയിനും. ഡിപ്രസന്റായി ഉപയോഗിക്കുന്ന ആൽക്കലോയിഡ് ആണ് മോർഫിനും ഹെറോയിനും. മോർഫിൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, സെഡേറ്റീവായും പെയിൻ കില്ലറായും ഉപയോഗിക്കുന്നുണ്ടെന്ന്. ഇത്രയും നേരം നമ്മൾ പരിചയപ്പെട്ടത് സസ്യങ്ങളിൽ കാണപ്പെടുന്ന ചില ആൽക്കലോയിഡുകളാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്നത് ഫംഗസിൽ കാണപ്പെടുന്ന ഒരു ആൽക്കലോയിഡിനെ കുറിച്ചാണ്. അതാണ് എർഗട്ടമീൻ എന്ന് പറയുന്നത്. എർഗട്ട് എന്ന് പറയുന്ന ഫംഗസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരു ആൽക്കലോയിഡാണ് എർഗട്ടമീൻ. തക്കാളിയിൽ കാണപ്പെടുന്ന ഫംഗസിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ആൽക്കലോയിഡാണ് ടൊമാറ്റിൻ എന്ന് പറയുന്നത്. തക്കാളിയിൽ കാണപ്പെടുന്ന ഫംഗസ് പ്രതിരോധ സ്വഭാവമുള്ള ആൽക്കലോയിഡാണ് ടൊമാറ്റിൻ. ഇത് ഓർത്തു വയ്ക്കാൻ പ്രത്യേകിച്ച് കോഡിന്റെ ആവശ്യമൊന്നുമില്ല. തക്കാളിയുടെ ഇംഗ്ലീഷ് നാമമാണ് ടൊമാറ്റോ എന്ന് പറയുന്നത്. അപ്പൊ ടൊമാറ്റിനെ ഓർത്തു വയ്ക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല.
ഇതൊക്കെയാണ് ആൽക്കലോയിഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ.